അമ്മയുടെ തലയിൽ പേനൊന്നും ഇല്ലാട്ടാ. ഞാനൊന്ന് നോക്ക്. പിന്നെ പേൻ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല സുഖാണല്ലോ അല്ലേ? ഏ അമ്മ അമ്മ മുട്ടക്കാന്താരി കഴിച്ചിട്ടുണ്ടോ? മുട്ടക്കാന്താരിയാ? ആ. ഞാൻ എങ്ങനെ കഴിക്കാം? നീ വല്ലതും ഉണ്ടാക്കി തന്നാലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എന്നാ അമ്മയ്ക്ക് ഞാൻ മുട്ടക്കാന്താരി ഉണ്ടാക്കി തന്നാലോ? ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. ഈ കുഞ്ഞു തലയിൽ പേനൊന്നും ഇല്ല. ഞാൻ നല്ല പോയിട്ട് മഴയാ. മുട്ടക്കാന്താരി നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ എന്നാലേ പോട്ടെ. ഇത് കെട്ടി വെച്ചോട്ടാ. ഞാനുണ്ടല്ലോ ഇത് ഉണ്ടാക്കി നോക്കണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുക. എന്തായാലും നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ 4 കോഴിമുട്ടയാണ് എടുത്തേക്കണത്. അത് നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ കോഴിമുട്ടയൊക്കെ പറക്കിയിട്ട് കൊടുത്ത് കുറച്ച് കല്ലുപ്പും കൂടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വേവിച്ച് പൊളിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുഞ്ഞുള്ളിയും കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെ തോലൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നും ഇങ്ങോട്ട് എടുത്ത് അതിന്റെ നടു അങ്ങോട്ട് പൊളിച്ചെടുക്കാം. ഇനി നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള നമ്മളുടെ ചമ്മന്തി ഉണ്ടല്ലോ, അത് നമ്മൾക്ക് ഈ പൊളിച്ച കോഴിമുട്ടയുടെ നടുക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റേ പൊളി അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിക്കും കൂടെ അതിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. എല്ലാതും നമ്മൾ ഇതുപോലെ ചമ്മന്തി വെച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ, ഇത് വലിയ സംഭവം ഒന്നും അല്ലാന്നേ. ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നാലും കിടക്കട്ടെ, നമുക്കിത് ഇപ്പോഴാണ് ഉണ്ടാക്കാൻ സമയം കിട്ടിയത്. എന്തായാലും ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിത് അമ്മയ്ക്ക് കഴിക്കാൻ കൊടുത്തു നോക്കാം. ഇതാണോ മുട്ടക്കാന്താരി? കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. തിന്നോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിട്ട്. മുട്ടക്കാന്താരി നിർബന്ധിച്ച് പോലെ ചമ്മന്തി മുട്ട ഇട്ട് ഇങ്ങനെ കൂട്ടി ഇളകിയിട്ടാണ്. അടിപൊളിയായിട്ട്.